ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. HSST സുവോളജി 2002 എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി നമ്മുടെ സിലബസ് അനുസരിച്ച് ഫിസിയോളജിയിൽ നിന്നും ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ദെയർ ഹോർമോൺസ് ആൻഡ് ഫങ്ഷൻസ്, മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻസ്. ഈ പിക്ചർ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. പിക്ചർ എയിൽ 2 സെല്ലുകളാണ് തന്നിരിക്കുന്നത്, ന്യൂറോണും ടാർജറ്റ് സെല്ലും. ന്യൂറോൺ ഒരു സ്റ്റിമുലസിനാൽ എക്സൈറ്റഡ് ആകുകയും അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുകയും ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോൺ വഴി ന്യൂറോണിൻ്റെ അടുത്ത എൻഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഫലമായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് നോബിൽ നിന്നും റിലീസ് ചെയ്യുകയും സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുകയും ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസ് ടാർജറ്റ് സെല്ലിൻ്റെ റിസപ്റ്റർ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ടാർജറ്റ് സെല്ലിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതിയിൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് പിക്ചർ നോക്കാം. 2 തരത്തിലുള്ള സെല്ലുകളാണ് തന്നിരിക്കുന്നത്, എൻഡോക്രൈൻ സെൽ, ടാർജറ്റ് സെൽ. എപ്പോഴാണ് എൻഡോക്രൈൻ സെൽ ആക്ടിവേറ്റ് ആകുന്നത്? അപ്പോൾ ആ എൻഡോക്രൈൻ സെല്ലിൽ നിന്നും ഹോർമോൺ മോളിക്യൂൾസിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യിക്കുന്നു. എൻഡോക്രൈൻ സെൽ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഹോർമോൺ മോളിക്യൂൾസിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ബ്ലഡിലൂടെ ഹോർമോൺ മോളിക്യൂൾ അതിൻ്റെ ടാർജറ്റ് സെല്ലിലെ റിസപ്റ്റർ മോളിക്യൂളുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ടാർജറ്റ് സെല്ലിൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആദ്യത്തെ പിക്ചറിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്, ആക്സോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ അത് ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ രൂപത്തിലാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ക്വിക്ക് റെസ്പോൺസാണ്. ആക്സോണിലൂടെ പാസ് ചെയ്യുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ക്വിക്ക് റെസ്പോൺസാണ്. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ ടാർജറ്റ് സെല്ലുമായിട്ട് അതിൻ്റെ റിസപ്റ്ററുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ, അവിടെ ഉണ്ടാക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്വിക്ക് റെസ്പോൺസാണ്. ഷോർട്ട് ടൈം ക്വിക്ക് റെസ്പോൺസാണ്. ഇനി സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എൻഡോക്രൈൻ സെല്ലിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺ മോളിക്യൂൾ ബ്ലഡിലൂടെ ടാർജറ്റ് സെല്ലിൻ്റെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അവിടെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ലോങ് ടൈം സ്ലോ റെസ്പോൺസാണ്. ലോങ് ടൈം സ്ലോ റെസ്പോൺസാണ്. ഈ രീതിയിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് മെയിനായിട്ട് 2 സിസ്റ്റംസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഈ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് പറയാൻ സാധിക്കും. ഏതൊക്കെയായിരിക്കും? ഒന്ന് നെർവസ് സിസ്റ്റവും പിന്നൊന്ന് എൻഡോക്രൈൻ സിസ്റ്റവും. നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും. നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവുമാണ് നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോർമോൺസിനെ കുറിച്ച് നോക്കാം. 1 ന്യൂറോക്രൈൻ ഹോർമോൺ, 2 എൻഡോക്രൈൻ ഹോർമോൺ, 3 പാരാക്രൈൻ ഹോർമോൺ, 4 ഓട്ടോക്രൈൻ ഹോർമോൺ. ഫസ്റ്റ് വൺ ന്യൂറോക്രൈൻ. സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ബൈ ന്യൂറോൺസ്. ന്യൂറോൺസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ബ്ലഡ് സ്ട്രീം വഴി ടാർജറ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഹോർമോൺസിനെയാണ് ന്യൂറോക്രൈൻ ഹോർമോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എൻഡോക്രൈൻ ഹോർമോൺസ്. Endocrine hormones means secretion of hormones into the bloodstream by endocrine glands. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ബ്ലഡ് സ്ട്രീം വഴി അതിൻ്റെ ടാർജറ്റ് ഓർഗനിലേക്ക് എത്തുന്നു. അത് വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ടാർജറ്റ് സെല്ലിലേക്കാണ് എത്തുന്നത്. അടുത്തത് പാരാക്രൈൻ ഹോർമോൺസ്. ഹോർമോൺ മോളിക്യൂൾ സെക്രീറ്റഡ് ബൈ വൺ സെൽ അഫക്ട്സ് അഡ്ജസൻറ്റ് സെൽ. ഒരു സെല്ലിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ മോളിക്യൂൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സെല്ലിലാണ് ഇഫക്റ്റ് കാണിക്കുന്നത് എങ്കിൽ അത്തരം ഹോർമോൺ മോളിക്യൂൾസിനെ പാരാക്രൈൻ ഹോർമോൺ മോളിക്യൂൾസ് എന്ന് പറയും. ദേ ആർ ലോക്കൽ ഹോർമോൺ മോളിക്യൂൾസ്. ലാസ്റ്റ് വൺ ഓട്ടോക്രൈൻ. ഓട്ടോക്രൈൻ ഹോർമോൺ മോളിക്യൂൾ സെക്രീറ്റഡ് ബൈ എ സെൽ അഫക്ട്സ് ദ സെക്രീറ്റിംഗ് സെൽ. അതായത് ഒരു സെല്ലിൽ നിന്നും
ഹോർമോൺ മോളിക്യൂൾ റിലീസ് ചെയ്യുകയും ആ സെല്ലിൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് കാണിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത്തരം ഹോർമോൺ മോളിക്യൂളിനെ ഓട്ടോക്രൈൻ ഹോർമോൺ മോളിക്യൂൾ എന്ന്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, എൻഡോക്രൈനോളജി ഈസ് എ ഡിസിപ്ലിൻ ഓഫ് സയൻസ് ദാറ്റ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കെമിക്കൽ സിഗ്നൽസ് secreted by cells regulate the functions of distant, that means endocrine, or local, means paracrine tissues, or even their own function, that means autocrine, in order to integrate vital processes of life such as growth, reproduction, metabolism, etc. ഇനി നമുക്ക് ഹൈപ്പോതലാമസ് നോക്കാം. As you know, the hypothalamus is the basal part of diencephalon forebrain and it regulates a wide spectrum of body function. ഇവിടുത്തെ പിക്ചർ നോക്കുക. ഡയൻസെഫലോൺ ഈസ് ദ ബേസ് ഓഫ് ബ്രെയിൻ. അപ്പോൾ അവിടെ നിന്നാണ് താഴേക്ക് ഒരു ആരോ കൊടുത്തിരിക്കുന്നത്. അത് ഹൈപ്പോതലാമിക് റീജിയനാണ്. അതിന് താഴെ ആൻറ്റീരിയർ ഗ്ലാൻഡ്, പോസ്റ്റീരിയർ ഗ്ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ്. ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറിയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റാക്കുണ്ട്. അതുപോലെ തന്നെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും തമ്മിൽ ഒരു ക്ലെഫ്റ്റും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൈപ്പോതലാമസ് എവിടെയാണ് കാണുന്നത്? ബേസ് ഓഫ് ബ്രെയിൻ, ഡയൻസെഫലോൺ. ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ ഹൈപ്പോതലാമസ് അതിനോടൊപ്പം തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഉള്ള ഒരു പിക്ചറാണ്. ഹൈപ്പോതലാമസ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോസെക്രീറ്ററി സെൽസ് കോൾഡ് ന്യൂക്ലിയൈ വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ന്യൂറോസെക്രീറ്ററി സെൽസ് ആണ്. ന്യൂറോസെക്രീറ്ററി സെൽസ് ആണ്. ആ ന്യൂറോസെക്രീറ്ററി സെൽസിൻ്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ന്യൂക്ലിയൈ. അതിൽ നിന്നാണ് ഹൈപ്പോതലാമസ് അതിൻ്റെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് ഹോർമോൺസ് റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സിന്തസിസിനെയും അതുപോലെ തന്നെ സെക്രീഷനെയും റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. However, the hormones produced by hypothalamus are of two types. First one, releasing hormone. Second one, the inhibiting hormone. The releasing hormone which stimulates secretion of pituitary hormone. Pituitary hormonesന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ് റിലീസിങ് ഹോർമോൺസ്. എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസിൽ നിന്നും. സെക്കൻഡ് വൺ, ദ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്താണ് ചെയ്യുന്നത്? വിച്ച് ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹൈപ്പോതലാമസിൽ നിന്നാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ടേൺ ഓഫ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് ഹൈപ്പോതലാമസിൽ നിന്നും ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന കാര്യമാണ്. അത് താഴേക്ക് ഒരു ആരോ, ഒരു പച്ച നിറത്തിലെ ആരോ കണ്ടിട്ടുണ്ടാവും. അതിൽ പിറ്റ്യൂട്ടറിയിലേക്കാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എത്തിച്ചേരുന്നത്. പിറ്റ്യൂട്ടറിയിൽ നിന്നും ഏതൊക്കെ ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കി. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിങ് ഹോർമോണുമാണ്. ഹൈപ്പോതലാമിക് ഹോർമോൺ കോൾഡ് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ GnRH സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻസ്. ഗൊണാഡോട്രോപ്പിൻസ് ഏതൊക്കെയാണ്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, LH, എക്സെട്ര. ഈ ഒരു പിക്ചർ നോക്കുക. ഹൈപ്പോതലാമസിൽ നിന്നും ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോണിനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുകയും ഗ്രോത്ത് ഹോർമോണിനെ അതിൻ്റെ ടാർഗറ്റ് ഓർഗനിലേക്ക് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റൈറ്റ് സൈഡിലെ റെഡ് ആരോയിൽ കാണിച്ചിരിക്കുന്നത് സൊമറ്റോസ്റ്റാറ്റിനാണ്. ഹൈപ്പോതലാമസിൽ നിന്നുമുള്ള ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് സൊമറ്റോസ്റ്റാറ്റിൻ. സൊമറ്റോസ്റ്റാറ്റിൻ ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഹൈപ്പോതലാമസിൽ നിന്നും റിലീസ് ചെയ്യുന്ന സൊമറ്റോസ്റ്റാറ്റിൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെത്തുകയും ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഹോർമോൺസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹൈപ്പോതലാമിക് ന്യൂറോൺസ്.
pass through axons and released from their nerve endings. These hormones reach the pituitary gland through a portal circulatory system and regulate the functions of anterior pituitary. Posterior pituitary is under the direct neural regulation of hypothalamus. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. The pituitary gland is located in a bony cavity called sella tarsica and is attached to hypothalamus by a stalk. It is divided anatomically into an adenohypophysis and a neurohypophysis. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് അഡിനോഹൈപ്പോഫൈസിസ്, രണ്ട് ന്യൂറോഹൈപ്പോഫൈസിസ്. Adenohypophysis consists of two portions. First one, pars distalis. Second one, pars intermedia. Pars distalis and pars intermedia. The pars distalis region of pituitary commonly called anterior pituitary. Pars distalis region of pituitary commonly called anterior pituitary. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. ഇതിൻ്റെ ഇടയിലായിട്ട് പാർട്സ് ഇൻ്റർമീഡിയയും കാണപ്പെടുന്നു. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ഗ്രോത്ത് ഹോർമോൺ GH, പ്രൊലാക്റ്റിൻ PRL, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. ഇങ്ങനെ 6 തരം ഹോർമോൺസാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, പാർട്സ് ഇൻ്റർമീഡിയ. പാർട്സ് ഇൻ്റർമീഡിയ ഈസ് ഓൾമോസ്റ്റ് merged with പാർട്സ് ഡിസ്റ്റാലിസ്. Neurohypophysis or pars nervosa, also known as posterior pituitary. Posterior pituitary stores and releases two hormones called oxytocin and vasopressin. അപ്പം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് പാർട്സ് നെർവോസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ which are actually synthesized by the hypothalamus and are transported axonally to neurohypophysis. Growth hormone. Growth hormone, also called somatotropin or human growth hormone, is a peptide hormone secreted by the anterior lobe of the pituitary gland. It stimulates the growth of essentially all tissues of the body, including bone, muscles, adipose tissue. Growth hormone is vital for normal physical growth in children. Its level rises progressively during childhood and peak during the growth spurt that occurs in puberty. Growth hormone stimulates protein synthesis and increases fat breakdown to produce the energy necessary for tissue growth. ടിഷ്യൂ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഗ്രോത്ത് ഹോർമോൺ ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ സിന്തസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് ടിഷ്യൂ ഗ്രോത്ത് നടക്കുന്നത്. ഇറ്റ് ഓൾസോ ആൻറ്റഗനൈസസ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ ആക്ഷനെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. Growth hormone may act directly on tissues, but much of its effect is mediated by stimulation of the liver and other tissues to produce and release insulin-like growth factors. അതായത് ഗ്രോത്ത് ഹോർമോൺ ഡയറക്റ്റായിട്ട് ടിഷ്യൂസിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ ഗ്രോത്ത് ഹോർമോൺ മീഡിയേറ്റ് ചെയ്തുകൊണ്ട് ലിവറിൽ നിന്നും മറ്റ് ടിഷ്യൂസിൽ നിന്നുമൊക്കെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് മെയിനായിട്ട് പറയുന്ന ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടറാണ് IGF-1, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1. ഇതിനെ ഫോർമർലി കോൾഡ് സൊമറ്റോമീഡിൻ.
The term insulin-like growth factor is derived from the ability of high concentrations of these factors to mimic the action of insulin. ഇൻസുലിനെ പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് IGF എന്ന് പറയുന്നത്. Although their primary action is to stimulate growth. Serum IGF-1 concentrations increase progressively with age in children, with an accelerated increase at the time of the pubertal growth spurt. ഇപ്പോൾ പ്യൂബേർട്ടി ആകുമ്പോഴേക്കും ചെറിയ കുട്ടികളിൽ നിന്ന് പ്യൂബേർട്ടി വരെ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവല് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ പ്യൂബേർട്ടി ദ കോൺസെൻട്രേഷൻസ് ഓഫ് IGF-1 ഗ്രാജുവലി ഡിക്രീസ് വിത്ത് ഏജ് ആസ് ഡു GH, അതായത് ഗ്രോത്ത് ഹോർമോൺ കോൺസെൻട്രേഷൻസ്. ഗ്രോത്ത് ഹോർമോൺ കോൺസെൻട്രേഷൻ പ്യൂബേർട്ടിക്ക് ശേഷം ഏജ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. In normal subjects, growth hormone secretion increases in response to decreased food intake. ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുന്നത് എപ്പോഴാണ്? ഫുഡ് ഇൻടേക്ക് കുറയുമ്പോൾ. ആൻഡ് ടു ഫിസിയോളജിക്കൽ സ്ട്രെസ്സസ് ആൻഡ് ഡിക്രീസസ് ഇൻ റെസ്പോൺസ് ടു ഫുഡ് ഇഞ്ചെക്ഷൻ. അപ്പം ഫുഡ് കഴിക്കാൻ നമുക്ക് മടി തോന്നുമ്പോൾ, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ സ്ട്രെസ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിക്കൊണ്ടേ ഇരിക്കും. However, some individuals are affected by abnormalities in growth hormone secretion which involve either deficiency or overabundance of the hormone. ഒന്നെങ്കിൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻ കൂടുകയാണ് ചെയ്യുന്നത് ചില ഇൻഡിവിജ്വൽസിൽ ഗ്രോത്ത് ഹോർമോൺ അബ്നോർമാലിറ്റീസ് ഉണ്ടായിക്കഴിയുമ്പോൾ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി ലീഡിങ് ടു ജൈജാൻറ്റിസം. അതായത് ഗ്രോത്ത് ഹോർമോൺ അളവ് കൂടിക്കഴിയുമ്പോഴേക്കും അബ്നോർമലായിട്ട് ഗ്രോത്ത് നടക്കുന്ന ആ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് ജൈജാൻറ്റിസം. ഈ പിക്ചറിൽ ആദ്യത്തെ ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജൈജാൻറ്റിസമാണ്, ഉയരം കൂടിയ ഇൻഡിവിജ്വൽ. ഇനി when low concentration of growth hormone results in stunted growth resulting in pituitary dwarfism. എപ്പോഴാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്? അപ്പോൾ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവുന്നു. പൊക്കം കുറഞ്ഞ ഇൻഡിവിജ്വൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്, അതായത് ഉയരം കുറഞ്ഞ ഇൻഡിവിജ്വൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ദ്വാർഫിസം എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിലെ സെക്കൻഡ് ഇൻഡിവിജ്വൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ്വാർഫിസത്തെയാണ്. Excess secretion of growth hormone in adults, especially in middle age, can result in severe disfigurement, especially of the face, called acromegaly. ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സാധാരണ നോർമൽ കണ്ടീഷനിൽ നിന്ന് എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ഇൻക്രീസ്ഡ് ഫ്രോണ്ടൽ ബോസിങ്, ബ്രോ ഫറോ, enlargement of the base of the nose, thickening of the nasolabial sulcus, thickening of the lips, parotid hypertrophy, loss of oval facial features. അപ്പോൾ ഇത്രയെല്ലാം മാറ്റങ്ങളാണ് നോർമൽ കണ്ടീഷനിൽ നിന്നും അക്രോമെഗാലി എന്ന കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇൻഡിവിജ്വലിന് ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഈ പിക്ചർ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റിമുലസ്, ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഹൈപ്പോതലാമസിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ആകുകയും ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോണിനെ പിറ്റുവിറ്ററി ഗ്ലാൻഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? പിറ്റുവിറ്ററി ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആകുകയും അവിടെ നിന്ന് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യുന്നു. അതെങ്ങോട്ടാണ് റിലീസ് ചെയ്യുന്നത്? ലിവറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ലിവറിലെ ഹെപ്പറ്റോസൈറ്റ്സ് ആക്ടിവേറ്റ് ആകുകയും IGF എന്താണ്? ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യിക്കുന്നു. അപ്പം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം ഗ്രോത്ത് ഹോർമോണും IGFSും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഓർഗൻസിനെയാണ്? ടാർഗറ്റ് ഓർഗൻസിനെയാണ് അല്ലെങ്കിൽ ഇഫക്റ്റേഴ്സിനെയാണ്. ടാർഗറ്റ് സെൽസും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് സെല്ലിലേക്കും IGFS ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേതൊക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് നോക്കാം. 1 ബോൺ, 2 മസിൽ, 3 ഓൾ സെൽസ്, 4 ലിവർ ടിഷ്യൂ, 5 ആഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ.
ഓരോന്നിലുമുള്ള കാര്യങ്ങൾ നോക്കാം. ബോണിലാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ബോണിലും മസിലിലും അതുപോലെ തന്നെ മറ്റ് സെല്ലുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് ഗ്രോത്ത്, ഇൻക്രീസ്ഡ് അമിനോ ആസിഡ് അപ്ടേക്ക് വിച്ച് റിസൾട്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ബ്ലഡിൽ നിന്നും ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് സെല്ലുലാർ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ, സെല്ലിൻ്റെ ഡിഫറൻസിയേഷനെയും സെല്ലുലാർ ഡിവിഷനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇഫക്റ്റ് മൂലമാണ്. ഇനി എന്താണ് ലിവർ സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിൻ്റെ റിലീസാണ് ലിവർ സെല്ലിൽ നിന്നും ബ്ലഡിലേക്ക് അതിൻ്റെ റെസ്പോൺസായിട്ട് നടക്കുന്ന കാര്യം. ലിവർ ടിഷ്യൂസിൽ നിന്ന് ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യുന്നു. എപ്പോഴാണ്? ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനോലൈസിസ്, ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനോലൈസിസ്, ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്യുക. ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്, ഇൻക്രീസ്ഡ് ഗ്ലൈക്കോജനോലൈസിസ് ആൻഡ് ഗ്ലൂക്കോനിയോജനസിസ്. ഡിക്രീസ്ഡ് ഗ്ലൈക്കോജൻ സിന്തസിസ്, ഗ്ലൈക്കോജൻ സിന്തസിസ് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അത് ഗ്രോത്ത് ഹോർമോണിൻ്റെ ഒരു ഇഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. ഇനി ആഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂവിൽ എന്താണ് സംഭവിക്കുന്നത്? ആഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നും ഗ്ലിസറോളും ഫാറ്റി ആസിഡും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ആഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്നും എന്തുണ്ടാകുന്നു? ഗ്ലിസറോളും ഫാറ്റി ആസിഡും എങ്ങോട്ട് റിലീസ് ചെയ്യുന്നു? ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് ലൈപ്പോലൈസിസ്, ലിപ്പിഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഉണ്ടാകുന്നത്. ലിപ്പിഡ് ബ്രേക്ക് ചെയ്താണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡിക്രീസ് ലൈപ്പോജനസിസ്, ലിപ്പിഡിൻ്റെ ഫോർമേഷനെ തടയുക എന്നുള്ളൊരു ഫങ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്നത്. സോ ഇത്രയും പഠിച്ചത് എന്താണ് മനസ്സിലായത്? ദ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻ്റ്ലി കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇൻ ദ ബോഡി. അത് എങ്ങനെയായിരുന്നു? അത് കെമിക്കൽസിൻ്റെ റിലീസ് മൂലമായിരുന്നു. കെമിക്കൽ റിലീസ് ചെയ്യുന്നത് എന്തിൻ്റെ ഫോമിലാണ്? ഹോർമോൺസിൻ്റെ ഫോമിലാണ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സാണ് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വൺസ് അഗെയിൻ താങ്ക് യു.